മലപ്പുറം ജില്ലയുടെ ഗവൺമെൻറ് രജിസ്ട്രേഡ് ബോർവെൽ കോൺട്രാക്ടേറ്റ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡൻറ്റും കൂടിയാണ് ഞാൻ. മലപ്പുറം ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിയിൽ 50 പേർക്ക് ലൈസൻസ് ഉള്ള ആളുകളുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മയാണ് GRBC എന്ന് പറഞ്ഞ സംഘടന. അപ്പോൾ ഞങ്ങൾ 2 ദിവസം മുന്നേ ഒരു കൂട്ടായ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരായ നിങ്ങളോട് പറയാനുള്ളത്, ഈ കുഴൽക്കിണർ കുഴിക്കുന്ന എക്യുപ്മെൻ്റൊക്കെ നല്ല രീതിയിൽ വില വർദ്ധിച്ചിട്ടുണ്ട്. 12,500 രൂപയുള്ള ആ കുഴിക്കുന്ന ബിറ്റിന് ഇന്ന് 22,500. അതേപോലെ തന്നെ അതിൽ ജോലി ചെയ്യുന്ന ലേബറുടെ ഒക്കെ ശമ്പളം വർധന, അങ്ങനെ ഓരോരോ സ്പെയർ പാർട്സിനും നല്ല വിലവർധന വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് റേറ്റ് കൂട്ടി വെക്കേണ്ടതായിട്ട് നിർബന്ധിതമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിലെ എന്നല്ല എല്ലാ റിഗ് ഓണേഴ്സും അതേപോലെ തന്നെ തമിഴ്നാട് റിഗ് ഓണേഴ്സൊക്കെ കൂടി സംയുക്തമായിട്ട് നടന്ന മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് നിലവിലുള്ള റേറ്റിൽ നിന്ന് കുറച്ച് റേറ്റ് കൂട്ടി വെച്ചിട്ടുണ്ട്. അത് നിർബന്ധമായിട്ടും അനിവാര്യമായതുകൊണ്ടാണ് അങ്ങനെ ഒരു റേറ്റ് കൂട്ടി വെക്കാനുള്ള കാരണം. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഴൽക്കിണർ കുഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഉപഭോക്താക്കൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഗ്രൗണ്ട് വാട്ടറിൽ ലൈസൻസ് എടുത്ത് കുഴിക്കുന്ന ആളുകളെ സമീപിക്കുക. അതിനുള്ളൊരു കാരണം, കേരള ഗവൺമെൻറ് ഇത്തരം ആളുകൾക്കൊക്കെ ലൈസൻസ് കൊടുത്തിട്ടുണ്ട് കുഴൽക്കിണർ കുഴിക്കുന്നതിന് വേണ്ടി. പിന്നെ കുഴൽക്കിണറുകൾ ഇന്ന് ഇപ്പോൾ മലപ്പുറം ജില്ലയിലായാലും പാലക്കാട് ജില്ലയിലായാലും അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലായാലും കോഴിക്കോട് ജില്ലയിലും അങ്ങനെ കേരളത്തിലുടനീളം പിന്നെ 3 തരം ബോർവെല്ലുകളാണുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈസ് അതിൻ്റെ വ്യാസം. ഒന്ന് 5 ഇഞ്ച് പൈപ്പിനകത്തും 5 ഇഞ്ച് പൈപ്പിനകത്ത് 4.25 ഇഞ്ച് ഡ്രില്ലിങ്ങാണ് വരിക. രണ്ടാമത്തത് അതിൻ്റെ വലുതാണ് വരിക 6 ഇഞ്ച് പൈപ്പിനകത്ത് 5 ഇഞ്ച് ഡ്രില്ലിങ്ങാണ് വരിക. പിന്നുള്ളത് 7 ഇഞ്ചാണ്. 7 ഇഞ്ച് പൈപ്പിനകത്ത് 6.5 ഇഞ്ച് ബോർവെല്ലാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏജൻസികളൊക്കെ നാട്ടുകാരായ നിങ്ങൾ സമീപിക്കുമ്പോൾ ഏതെല്ലാം സൈസിലുണ്ട്, ഏതെല്ലാം അളവിലുണ്ട് എന്നൊക്കെ ചോദിച്ചറിയാനുള്ള ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ രംഗത്ത് വലിയ ചൂഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ ചെയ്യുക എന്ന് വിചാരിച്ചതിനെ കൊണ്ടാണ് ഒരു വീഡിയോ നമ്മൾ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 5 ഇഞ്ച് പൈപ്പിനകത്ത് 16 to 21 mm വരെയാണ് അതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത്. ആ കുഴിക്കുന്ന ബിറ്റിൻ്റെ അളവ് 16 to 21 വരെയാണ്. 6 ഇഞ്ച് പൈപ്പിനകത്ത് 5 ഇഞ്ച് യൂസ് ചെയ്യുമ്പോൾ 22 മുതൽ 27 വരെ, അതായത് 122 മുതൽ 127 വരെ ഉള്ള അളവുകളാണ്. അതേപോലെ തന്നെ 7 ഇഞ്ചിനകത്ത് 150 mm അളവിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഏജൻസിയെ സമീപിക്കുമ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കുഴൽക്കിണർ കുഴിക്കാൻ. അതേപോലെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന PVC പൈപ്പുകൾ, PVC പൈപ്പുകളൊക്കെ ISI മുദ്രയുണ്ടോ എന്ന് ഉപഭോക്താക്കൾ ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആളുകൾ, ഈ ലൈസൻസ് ഇല്ലാത്ത ആളുകളൊക്കെ ഈ കുഴൽക്കിണർ കുഴിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇടുന്ന പൈപ്പുകൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയെങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ISI പേരിൽ മാത്രമല്ല, പൈപ്പിലും ISI ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അതിൽ സ്കാനർ ഉണ്ടാകും. ആ സ്കാനറിൽ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം അത് ISI പൈപ്പാണോ ബ്രാൻഡഡ് ആണോ എന്നൊക്കെ അതിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കുഴൽക്കിണറുകളെ അളവുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലായി. പിന്നെ വരുന്നത്, കുഴൽക്കിണർ കുഴിക്കുമ്പോൾ എന്തെല്ലാം പാലിക്കണം, നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ 5 ഇഞ്ച് കുഴൽക്കിണർ കുഴിക്കാൻ, അതായത് ഏറ്റവും ചെറിയ കുഴൽക്കിണർ കുഴിക്കാൻ പറയുമ്പോൾ ആ വരുന്ന ഏജൻസിയെ എടുത്ത് നമ്മൾ ഉറപ്പിക്കണം. 5 ഇഞ്ച് പൈപ്പിനകത്ത് 4.25 കുഴിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പൈപ്പിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. അതേപോലെ തന്നെ 6 ഇഞ്ച് പൈപ്പിനകത്ത് 5 ഇഞ്ചാണ് ബോർവെല്ല് വേണ്ടത്. അത് 4.25 ആണോ അതോ 5 ഇഞ്ചാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. 6 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക്കാണ്. അതെന്തായാലും 6 ഇഞ്ചിൽ 6.25 ഉണ്ടാവും. അതെന്തായാലും അത് അളവിൽ തന്നെ വരുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നന്നായി. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം, ഇപ്പോൾ നിലവിലുള്ള റേറ്റിൽ ഒരു കോമൺ റേറ്റ് ഉണ്ട്. അപ്പോൾ കോമൺ റേറ്റിൽ
പിന്നെ ആ കോമൺ റേറ്റ് എങ്ങനെ മനസ്സിലാക്കുക വെച്ചാൽ ഒരു 2-3 ഏജൻസികളോടൊക്കെ നിങ്ങൾക്ക് ചോദിച്ചറിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ 3 സൈസിലും 2-3 ഏജൻസികളടുത്ത് ചോദിക്കുക എന്ത് റേറ്റ് ആണെന്നുള്ളത്. അപ്പോൾ ആ റേറ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ആ റേറ്റിൽ നിന്ന് വിപരീതമായി പിന്നെ 5-10 രൂപ ഒക്കെ കുറച്ച് കുടിക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ PVC പൈപ്പൊക്കെ നമ്മൾ ഇടുന്നത് മണ്ണിൽ മാത്രമാണ്. മണ്ണ് കഴിഞ്ഞ് പാറ എത്തിയിട്ട് പാറയിൽ അതേ അളവിൽ തന്നെ ഒരു 10 അടി അടിച്ചിട്ട് ഈ പൈപ്പ് അതിനകത്തേക്ക് ഇറക്കി വെക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ കുഴൽക്കിണറിൻ്റെ അടിക്ക് റേറ്റ് കുറച്ചിട്ട് ഈ പൈപ്പ് കൊണ്ടുപോയിട്ട് പാറ എത്തിയിട്ടും പാറയിൽ വീണ്ടും ഒരു 40 അടി 50 അടിയൊക്കെ ഇറക്കി ഈ പൈപ്പ് വെക്കുന്നതായിട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിക്കില്ല. അതിന് സ്ട്രിക്റ്റായിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം ഈ ലൈസൻസൊക്കെ തരുമ്പോൾ നമ്മളെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 രൂപ അടിമ കുറച്ചിട്ട് ഈ പൈപ്പിൻ്റെ റേറ്റ് ക്വാളിറ്റി ഇല്ലാത്ത പൈപ്പും വെക്കും. അതേപോലെ തന്നെ അനധികൃതമായിട്ട് പാറ തുറന്ന് ആ പാറക്കകത്തേക്ക് പൈപ്പ് കയറ്റി വെക്കുന്ന രീതി, അതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് മറ്റേ അടിയിൽ ബാലൻസ് ചെയ്യുക എന്ന ഉദ്ദേശം മാത്രമാണ് ഇത്തരം ഒരു പ്രവണത നടക്കുന്നത്. ആ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. നമുക്ക് ആവശ്യം ശരിക്കും പാറ എത്തി കഴിഞ്ഞാൽ ഒരു 10 അടിൻ്റെ ആവശ്യമുള്ളൂ. പാറയിൽ തുറന്നൊരു 10 അടി വെച്ചിട്ട് വേണം ഈ പൈപ്പ് ഇറക്കാൻ. അല്ലാതെ പാറയിൽ നമുക്കൊരു 50 അടി 60 അടി കൊണ്ടുപോയി വെച്ച് ഈ പൈപ്പ് ഇറക്കി വെക്കേണ്ട ഒരു കാര്യം ഇന്നിപ്പോൾ നിലവിലില്ല. അങ്ങനെ ഒരു ഘട്ടം ചില കിണറുകൾ വരാറുണ്ട്. അത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ലൂസ് പാറ വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ 10 അടി പോകുമ്പോൾ അല്ലെങ്കിൽ 5 അടി പോകുമ്പോൾ കുറച്ചും പാടെ ലൂസാവും. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു കട്ടിയുള്ള പാറയിലേക്ക് പോകേണ്ടി വരും. അത് ദുർലഭമേ ഉണ്ടാവുള്ളൂ. എല്ലാ കോമൺ ബോർവെല്ലിനും അത് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ പ്രത്യേകം ഉപഭോക്താവ് ശ്രദ്ധിക്കണം. അതൊക്കെ കാര്യങ്ങളൊക്കെ ഏജൻസികളോട് നല്ലോണം ക്ലിയർ ആയിട്ട് ചോദിച്ചറിഞ്ഞിട്ട് വേണം ഈ ബോർവെല്ല് കുഴിക്കാൻ. അതേപോലെ തന്നെ ഈ നമ്മൾ കുഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 5 ഇഞ്ചോ അല്ലെങ്കിൽ 6 ഇഞ്ചോ 7 ഇഞ്ചോ ഒക്കെ ആയിരിക്കാം. അതിൽ ഔട്ടർ പൈപ്പ് എന്നും പറഞ്ഞിട്ട് ചില വലിയ പൈപ്പ് വെക്കുന്ന ഒരു രീതി ഇപ്പോൾ എല്ലാ ബോർവെല്ലിലും കാണുന്നുണ്ട്. അത് ആവശ്യമെങ്കിൽ മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. അനാവശ്യമായിട്ട് അതിൻ്റെ ആവശ്യവുമില്ല. അത് ആവശ്യം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ മണ്ണ് ഇട്ട് ഫില്ല് ചെയ്ത് തൂർക്കുന്ന രീതി കാണുന്നുണ്ട്. അതായത് സ്ഥലങ്ങൾ വാങ്ങിയിട്ട് ആ സൈഡ് അല്ലെങ്കിൽ ഈ സൈഡ് അല്ലെങ്കിൽ മൊത്തത്തിൽ മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ മേൽമണ്ണൊക്കെ ലൂസായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ മണ്ണിൽ നമ്മൾ ക്ലാവിറ്റ് കൊണ്ട് ഉപയോഗിച്ച് അത് കുഴിച്ച് എടുക്കുമ്പോൾ ആ മണ്ണ് നമ്മൾ വിറ്റ് ഊരുമ്പോൾ വീണ്ടും തൂർന്നു പോകുന്ന ഒരു രീതി കാണുന്നുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ നമുക്കൊരു 10 അടി പൈപ്പോ അല്ലെങ്കിൽ ഒരു 15 അടി പൈപ്പൊക്കെ നമുക്ക് അത്യാവശ്യം വരും. അത് ഒരാവശ്യമാണ്. അത് നമ്മൾ കുഴിക്കുമ്പോൾ തന്നെ ഈ കുഴിക്കുന്ന വ്യക്തികൾക്ക്, അതായത് ഉപഭോക്താക്കൾക്ക് അറിയാനും സാധിക്കും അവിടെ ലൂസ് ഉണ്ട് അല്ലെങ്കിൽ അത് ഇട്ട മണ്ണാണെന്നൊക്കെ അറിയാൻ സാധിക്കും. അത്തരം സ്ഥലങ്ങളിൽ ഔട്ടർ പൈപ്പ് ആവശ്യമാണ്. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വെറും ബിസിനസ് ആവശ്യം പറഞ്ഞ് പൈസക്ക് വേണ്ടിയിട്ട് ഔട്ടർ പൈപ്പ് എല്ലാ ബോർവെല്ലിലും ഇടുന്ന ഒരു പ്രവണത അതിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അത്തരം പൈപ്പുകൾ ആവശ്യമാണെങ്കിൽ മാത്രം വെക്കുക, അനാവശ്യം ഉണ്ടെങ്കിൽ അതും വെക്കാതിരിക്കുക. കാരണം ഇതൊക്കെ പാർട്ടികളുടെ കയ്യിൽ നിന്ന്, അതായത് കുഴൽക്കിണർ കുഴിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പോകുന്ന കാശാണ്. കുഴൽക്കിണർ കുഴിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്ന് പോകുന്ന കാശാണ്. അതൊക്കെ അനാവശ്യമാണ്. ആവശ്യമാണെങ്കിൽ കുഴപ്പമില്ല, ആവശ്യം ഇല്ലെങ്കിൽ അതൊക്കെ നിരാകരിക്കുക എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുഴൽക്കിണർ കുഴിക്കുമ്പോൾ നല്ലവണ്ണം ആലോചിക്കുക. ആരെയാണ് ഈ കുഴൽക്കിണർ ഏൽപ്പിക്കേണ്ടത്, ഏത് ഏജൻസിയാണ്, ആ ഏജൻസിക്ക് ലൈസൻസ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ പരിശോധിക്കുക. അതേപോലെ തന്നെ ഏതെല്ലാം സൈസിലാണ് കുഴൽക്കിണറുള്ളത്, ആ സൈസ് നമുക്ക് കുഴിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുക. കൊണ്ടുവരുന്ന പൈപ്പ്, ആ പൈപ്പ് നല്ല പൈപ്പാണോ എന്ന് ശ്രദ്ധിക്കുക. ബ്രാൻഡഡ് പൈപ്പാണോ, കമ്പനി പൈപ്പാണോ എന്നൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ നോക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അത്തരം കാര്യങ്ങൾക്ക് വിശദീകരിച്ച് പറയുന്നത്. ഇതിലൊക്കെ ചൂഷണങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വീഡിയോ ചെയ്യുക എന്ന് വിചാരിച്ചത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉണ്ട്. കുഴൽക്കിണർ കുഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടും കൂട്ടി ഒരു ഏജൻസിയെ ഏൽപ്പിക്കുക എന്നുള്ളതല്ല. എല്ലാവരും നമുക്കൊരു കുഴൽക്കിണർ വേണം. ആ കുഴൽക്കിണർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കണം. മനസ്സിലായില്ലേ?